ഇതാണ് നമ്മുടെ അവസ്ഥ. ഇന്ന് നമ്മുടെ താറിന്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുവാണ്. നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നത് മഹേന്ദ്രയുടെ ജെനുവിൻ പാർട്സ് തന്നെയാണ്. 865 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ഈ താറ് ഡെയിലി ട്രിപ്പിലാണ്. നമ്മൾ ഈ NH വഴിയാണ് കൂടുതലും പോകുന്നത്. ഈ NHന്റെ പണി കാരണം നമ്മുടെ ഈ എയർ ഫിൽറ്റർ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മോശമായി കാണും. എന്തായാലും നമുക്ക് നോക്കാം അതിന്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ എഞ്ചിൻ ബേ വരുന്നത്. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ വരുന്നത്. സോ ഇതിൽ നമുക്ക് മൊത്തം കൊണ്ട് ഒരു 7 നട്ടാണുള്ളത്. അത് നമുക്ക് കഴിക്കാം. സോ അതെല്ലാം നമ്മൾ പെട്ടെന്ന് അഴിച്ചാൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്തപ്പം അത്യാവശ്യം നല്ല നീറ്റായിട്ടിരിക്കുക. പക്ഷെ ഇപ്പോഴല്ല കാണേണ്ടത്, ഇത് പൊക്കി കഴിയുമ്പോഴാണ് ഇത് കാണുന്നത്. ഇതിന്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഇതിന്റെ അവസ്ഥ ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് റീപ്ലേസ് മാത്രം ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. നമ്മുടെ പുതിയ ഫിൽറ്ററുമായിട്ടുള്ള ഇതിന്റെ ഒരു വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയാണ് ഒരു പുതിയ ഫിൽറ്റർ വരുന്നത്. ആ ഒരു പുതിയ ഫിൽറ്ററാണ് ആ കണ്ടീഷനിലായിട്ടുള്ളത്. നമ്മൾ ഈ പോകുന്ന ടെറൈൻ വെച്ചിട്ടാണ് നമ്മുടെ എയർ ഫിൽറ്റർ എത്ര കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്യണോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സോ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഡസ്റ്റി ഏരിയാസിലൂടെയൊക്കെയാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അഴിച്ചൊന്ന് ഡസ്റ്റ് എല്ലാം ഒന്ന് കളയുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് വരും നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെറ്റർ ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്.